ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം അല്പസമയം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകൾ വരെ വേർതിരിക്കാൻ തുളച്ചു കയറുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രാർത്ഥനയോടെ ഈ രാത്രികാലം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ രാത്രികാലം പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. നമ്മുടെ ഒരു സ്നേഹിതനെ പോലെ പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെയുണ്ട്. നമ്മളെ വീണു പോകാതെ, നമ്മൾ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, തളർന്നു പോകാതെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവാൻ ദൈവമാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്കായിരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ ഇന്ന് രാത്രികാലം നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവ സാന്നിധ്യം എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് നമുക്ക് രുചിച്ചറിയുവാനായിട്ട് സാധ്യമാകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് 3 തരത്തിലുള്ള സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് ദൈവം ഓംനി പ്രസൻസാണ്. ഓംനി പ്രസൻ്റായ ദൈവമാണ്. ദൈവത്തിന് ഏത് സമയത്തും എവിടെയും ഒരേ സമയത്ത് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. എവിടെയും ഏത് സമയത്തും ഏത് പ്രതിസന്ധികളും ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും വെളിപ്പെട്ടു വരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസൻസിന് നമുക്കങ്ങനെ വെളിപ്പെട്ട് വരുന്നത് കാണുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്, നമ്മുടെ അകത്ത് നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് മരിച്ച് കിടന്ന നമ്മുടെ ആത്മാവിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കവിയുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് പറ്റും. മൂന്നാമത് മാനിഫെസ്റ്റഡ് പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രസൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ദൈവ സാന്നിധ്യം നമ്മളായിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആരാധനയിൽ പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് പോലെ, ഒരു അഗ്നിയുടെ അഭിഷേകം നമ്മുടെ മേൽ വരുന്നത് പോലെ ഒക്കെ നമുക്ക് വെളിപ്പെട്ട് വരുന്നത് കാണാനായിട്ട് സാധ്യമാണ്. ഇത് മാനിഫെസ്റ്റഡ് പ്രസൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണത്. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-24 വായിക്കുമ്പോൾ, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതല്ലയോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ആകാശത്തെയും ഭൂമിയെയും നിറയ്ക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ നിറഞ്ഞു നിൽക്കുന്ന ദൈവം എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. സദൃശവാക്യം 15:3 പറയുന്നു, യഹോവയുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് നമുക്ക് ഒരു വ്യക്തിക്കും മാറി നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. ഈ പ്രസൻസിലേക്ക്, ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോനയുടെ ജീവിതം നമ്മൾ നോക്കുന്ന സമയത്ത് ദൈവം വിളിച്ച വിളി വിട്ട് ഓടാൻ ശ്രമിച്ചിട്ട് തിരിച്ച് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ വഴിയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവ വഴിയിലേക്ക് വരുവാനായിട്ട് അവനെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കാര്യം ദൈവത്തിൻ്റെ ഒരു വിളി ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവൻ്റെ പിന്നിൽ അവനെ നയിക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചരടാണ്. അവൻ വീണു പോകാതെ, അവൻ വീണാലും അവൻ എഴുന്നേൽക്കുവാൻ അനേകം ഓപ്ഷൻസ് കൊടുത്ത് അവൻ തെറ്റിപ്പോകാതെ അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ സഹായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ മഹത്വമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മുടെ ജീവിതത്തിലുള്ള ഭാരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്നതായിട്ടുള്ള ഉത്കണ്ഠകൾ, ഭയങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം യേശു നമ്മോട് കൂടെയുണ്ട്. ഒരു വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നാം ഭാരപ്പെട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല.
എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. യോശുവയുടെ പുസ്തകം 1:9 പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്ന എല്ലായിടത്തും നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കാര്യം നീ പോകുന്ന സ്ഥലത്തെല്ലാം നിൻ്റെ ആര് കൂടെ ഉണ്ടാകും? ദൈവം കൂടെ ഉണ്ടാകും. യഹോവയെ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യേണ്ടത്? നീ ഭയപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ എബ്രായ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എബ്രായർക്കെതിരെ ലേഖനം 13:5 പറയും, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഒരിക്കലും വിട്ടുകളയാതെ, ഒരിക്കലും ഉപേക്ഷിക്കാതെ ആ നല്ല ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ വാഗ്ദത്തം കർത്താവിൽ നമ്മളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭയത്തെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാതെ വണ്ണം നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനെ കൊതിക്കുന്ന വ്യക്തികളാക്കി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. യോശുവയ്ക്ക് അനേകം വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുമ്പോൾ അവനെ ബലപ്പെടുത്തിയത് ദൈവ സാന്നിധ്യമാണ് അവനെ ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടെത്തിപ്പാൻ, അവനെ പ്രവേശിപ്പാനായി ധൈര്യമുള്ളവനാക്കി മാറ്റിയത്. യോശുവയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. കാര്യം ഒരു ധൈര്യമില്ലാത്ത വ്യക്തിയെ പിശാചിനെ പെട്ടെന്ന് ആക്രമിക്കുവാനായിട്ട് സാധ്യമാണ്. ഒരു വ്യക്തിക്ക് അകത്തെ മനുഷ്യനിൽ ബലമില്ല എങ്കിൽ, ധൈര്യമില്ല എങ്കിൽ പിശാചിന് പെട്ടെന്ന് അവനെ ആക്രമിക്കാനായിട്ട് പറ്റും. പക്ഷെ അകത്തെ മനുഷ്യൻ്റെ ബലമുണ്ട് എങ്കിൽ പെട്ടെന്ന് ആ പിശാചിന് ആ വ്യക്തിയെ ഉപദ്രവിക്കുവാനോ അവനെ പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാനോ അവൻ പലപ്പോഴും അവന് മടി കാണിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ തന്നെ ദൈവം നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് നമ്മളെ സാധ്യമാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുമ്പോൾ, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതം പരിപൂർണമായിട്ട് മാറുവാനായിട്ട് തുടങ്ങും. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, എല്ലാ അശുദ്ധിയും അഭക്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നമ്മൾ എപ്രകാരം യേശു കർത്താവ് എങ്ങനെയായിരിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തെ പോലെ ആയിത്തീരുവാൻ, നമ്മുടെ ജീവിതം വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കും. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, നമ്മൾ എങ്ങനെയാണ് പുറപ്പാട് പുസ്തകത്തിൽ 3:5 പറയുന്നു, നിൻ്റെ ചെരുപ്പ് ഊരിക്കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് എന്ന് പറയുകയാണ്. അവിടെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 3:5 ഇപ്രകാരമാണ് പറയുന്നത്. മോശയോട് ദൈവം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിൽ നിന്ന് ആ ചെരുപ്പ് നീ എന്ത് ചെയ്യണം? ഊരിക്കളയേണ്ട ആവശ്യമാണ്. കാര്യം മോശ തൻ്റെ ജീവിതത്തിൽ നോക്കുന്ന സമയത്ത് താൻ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല, താൻ വിഗ്രഹങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവിടെ താൻ നോക്കുമ്പോൾ ആദ്യമായി ഇതാ മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ്. അവിടെ നിന്ന് കത്തുന്ന സമയത്ത് ഈ മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തീ അവിടെ വെളിപ്പെട്ട് വരികയാണ്. മോശ അതിനു മുമ്പ് തീ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. തൻ്റെ വീട്ടിലും തൻ്റെ പറമ്പിലും താനായിരിക്കുന്ന ദേശത്തിലൊക്കെ തീയിടുന്നത് താൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു പച്ച വൃക്ഷം നിന്ന് കത്തുന്നത് താൻ കാണുവാനിടയായിത്തീരുന്നത്. താൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, ആ തീ തന്നോട് സംസാരിക്കുകയാണ്. ആ തീക്കൊരു പ്രത്യേകതയുണ്ട്. ആ തീക്കകത്ത് ഒരാളത്ത് വെളിപ്പെട്ട് നിന്നുകൊണ്ട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ചെരുപ്പ് ഊരിക്കളയുവാൻ തക്കവണ്ണം നീ ചെരുപ്പ് ഊരിക്കളക എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ഒരു വ്യക്തിയെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധനായ ഒരു വ്യക്തിയിലേക്ക് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. നമ്മൾ പൗലോസായി മാറുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശൗലിനെ പൗലോസാക്കി മാറ്റിയത് ദൈവ സാന്നിധ്യം അവനെ സ്പർശിച്ച സമയത്ത് അവൻ്റെ ജീവിതം മാറുവാനിടയായി തീർന്നു. അവൻ്റെ ജീവിതം പൂർണ്ണമായി രൂപാന്തരപ്പെടുവാനിടയായിത്തീർന്നു. ഒരു മിന്നൽ പോലെ ഒരു വെളിച്ചം അവൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചപ്പോൾ ഹല്ലേലൂയ, അവൻ്റെ ജീവിതം ഇരുട്ട് നിറഞ്ഞ മേഖലകളിൽ നിന്ന്, പാപത്തിൽ നിന്ന് ഇതാ ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം അവനെ ഇടയാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ദൈവ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു കാര്യം, ദൈവ സാന്നിധ്യം നമുക്ക് സന്തോഷം കൊണ്ടുവരുവാനിടയാകും. നമ്മുടെ ദൈവ സാന്നിധ്യം ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം വന്നിറങ്ങിയാൽ ആ ഹൃദയത്തിനുള്ള ഭാരങ്ങൾ, വേദനകൾ, നിരാശകളെല്ലാം മാറി സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകും. ഏറ്റവും വലിയ പ്രത്യേകത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിൽ കൂടിയും ഹൃദയത്തെ നമുക്ക് ഏറ്റവും അധികം സന്തോഷം നമുക്ക് അനുഭവിപ്പാനായിട്ട് നമുക്ക് സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. സങ്കീർത്തനം 16:11 പറയുന്നു, നിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അപ്പോൾ സന്തോഷത്തിൻ്റെ പരിപൂർണത എവിടെയുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എങ്കിൽ
അവിടെ സന്തോഷം നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഒരിക്കലും ഒരു സഹോദരി തൻ്റെ ജീവിതത്തിനകത്ത് മരിക്കുവാനായിട്ട് പോയ ഒരു സഹോദരിയുടെ സാക്ഷ്യം ഞാൻ കേൾക്കാനിടയെ, മരിക്കുവാനായി തീരുമാനമെടുത്ത് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏത് സമയത്തും അവർ ജീവിതത്തിൽ കടങ്ങൾ കയറി മുമ്പോട്ട് പോകാൻ പറ്റാതെ വണ്ണം ഏത് സമയത്തും തകർച്ചയുടെ വക്കീലായിരുന്നപ്പോൾ മരിക്കുവാനായിട്ട് നിരാശയോടെ ഡിപ്രഷനായി എത്രയോ വർഷങ്ങളായി മാസങ്ങളായി ചിരിക്കുവാൻ പറ്റാതെ ഒരു 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 അദ്ദേഹം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു മൂങ്ങ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു അപ്രകാരം ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് താനായി ഒറ്റയ്ക്ക് ഏകാന്തപ്പെട്ട് നിരാശയോടെ താൻ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഒരു മീറ്റിങ്ങിൽ അവർ കടന്നു വരാനിടയായി തീർന്നു. ആ മീറ്റിങ്ങിലേക്ക് അവർ കടന്നു വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്പർശനം അവരിലേക്ക് ദൈവസ്പർശനം അവർ അനുഭവിപ്പാനും അവർ ഹൃദയത്തിനകത്ത് നിന്ന് ആ ഭാരങ്ങൾ ആരോ എടുത്തു മാറ്റുന്നത് പോലെ ഇടയായി. അവരുടെ ജീവിതത്തിൽ ആ ഭാരം വേഗത്തിൽ അത് മാറാനിടയായി. അവർ ആ സമയത്ത് കരയാനായിട്ട് തുടങ്ങി. കരച്ചിൽ കരഞ്ഞ് ആ കരച്ചിൽ അവസാനം ചിരിയിലേക്ക് വന്നു. അവർക്ക് സന്തോഷം താങ്ങാൻ പറ്റുന്നില്ല. ദൈവസാന്നിധ്യം വരാൻ തുടങ്ങിയപ്പോൾ അവരൊറ്റയ്ക്കിരുന്ന് ചിരിക്കാൻ തുടങ്ങി. കാര്യം അവരുടെ സാഹചര്യം നോക്കുമ്പോൾ ചിരിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ആന്തരിക സൗഖ്യമുണ്ടായി. കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് വിടുതലുണ്ടാകുവാനായിട്ട് സാധ്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം രോഗത്തിന് വേണ്ടിയോ ബന്ധനങ്ങൾ തകരുവാൻ വേണ്ടിയിട്ടോ ഒന്നും പ്രാർത്ഥിച്ചില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരിങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ തലയുടെ മുകളിൽ ഒരു തീ വന്നിറങ്ങുന്നത് പോലൊരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വേദന, തലയ്ക്കകത്തുണ്ടായിരുന്ന എന്തോ ഒരു ഭാരം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആരോ എടുത്തു മാറ്റുന്നത് പോലെ പോകാനിടയായി തീർന്നു എന്ന് പറയാനിടയായി. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളെയും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായ ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. ഒരിക്കലും ഒരു വിധവയുടെ കഥ ഞാൻ കേൾക്കാനുണ്ട് ഇടയായി തീർന്നു. ഒരു വിധവ വളരെയധികമായി തനിക്ക് ദാനമായി ലഭിച്ചതായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. പെട്ടെന്നാണ് തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയത്. അങ്ങനെ ആ വിധവയായി തീർന്നതായ സഹോദരി തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം സ്ട്രഗിൾസ് ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ നിരാശയാണ്. മുമ്പോട്ട് ഓരോ ദിവസവും പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല. അടിക്കടി കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ട്, പ്രയാസമുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സമാധാനം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ അവരായിരിക്കുന്ന സമയത്താണ് അവർ തൻ്റെ റൂമിൽ ഒരിക്കൽ ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ റൂമിൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ചെറിയ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സ്പർശിക്കാനിടയായി തീർന്നതും അവർ പാടുകയും അവർ സന്തോഷം കൊണ്ട് അവർ പാടാൻ തുടങ്ങി. സന്തോഷം അവർക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവർ പാടി ദൈവത്തെ സ്തുതിക്കുന്നത് കാണാനിടയായി തീർന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാവരും ഓടി വന്നിട്ടാണ് പറഞ്ഞത്, ഇത് ഹല്ലേലൂയ, നിങ്ങൾക്ക് എങ്ങനെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആനന്ദിക്കാനായിട്ട് പറ്റുന്നുണ്ട്? ഈ സാഹചര്യത്തിൽ എങ്ങനെയാണോ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്? അവർ പറഞ്ഞു, ദൈവ സാന്നിധ്യം വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകാനിടയായി തീർന്നു. ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ചിലപ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പോൾ അവർ ആരാധിക്കുമ്പോൾ ഉച്ചത്തിൽ സൗണ്ട് വരാറുണ്ട്, ചിലപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൽ ഭയങ്കര സന്തോഷിക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസിനെ നമുക്ക് രുചിച്ചറിയാനായിട്ട് സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ദൈവസാന്നിധ്യം ഒരാളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ റെസ്റ്റ് ഉണ്ടാകും. വിശ്രമം നൽകുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. നമുക്കെപ്പോഴും ഒരു വിശ്രമം ഉണ്ടാകും. ഈ വിശ്രമത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദൈവിക സമാധാനം ആത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കും, വിശ്രമം നമുക്ക് ലഭിക്കും. നമ്മുടെ വിശ്രമം എന്ന് പറഞ്ഞാൽ ജോലിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്നതല്ല വിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിൽ നമ്മുടെ അകത്ത് വളരെയധികമായ സമാധാനവും ഒരു സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ചില വ്യക്തികൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര ജോലി ചെയ്താലും കമ്പനികൾക്ക് എന്തില്ല, തൃപ്തി വരത്തില്ല. ജോലിയാണ്, എത്ര ജോലി ചെയ്തിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് തൃപ്തി കിട്ടുന്നില്ല, അവർ വളരെയധികം പ്രയാസമാണ്, വേദനകളാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, അവർക്ക് ഒരു അല്പം പോലും റെസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ റെസ്റ്റ് കിട്ടുന്നില്ല, കുറേ സാറ്റർഡേ സൺഡേ റെസ്റ്റാണ്, പക്ഷേ അകത്തെ മനുഷ്യനിൽ റെസ്റ്റില്ല. കാര്യം എപ്പോഴും ടെൻഷനാണ്. ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം വെളിപ്പെട്ട് വരും. എനിക്കൊരു സ്നേഹിതനുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, വലിയൊരു പോസ്റ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനത്തെ, സ്വസ്ഥതയും എനിക്ക് രുചിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ പ്രശ്നങ്ങളാണ്, വളരെ പ്രതികൂലങ്ങളാണ്, പല കസ്റ്റമേഴ്സും പല കാര്യങ്ങളൊക്കെ വിളിച്ച് ടെൻഷനാക്കുന്നു, ഭാരപ്പെടുത്തുന്നു. പക്ഷേ ആ സമയത്തും എൻ്റെ അകത്തെ
മനുഷ്യനിൽ ഒരു സമാധാനത്തെയും സ്വസ്ഥതയും എനിക്ക് അനുഭവിപ്പാനായിട്ട് സാധ്യമാണ് എന്ന് പറയാനായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 28 മുതൽ 11-28 നമ്മൾ ഇപ്രകാരം പറയുന്നു, എന്നോട് വരുവിൻ, ഞാൻ നിങ്ങളെ വിശ്രമിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമാണ്. അവിടെ ദൈവത്തിൻ്റെ വിശ്രമത്തെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ ആ ഭാരം ചുമക്കുന്നവർ, വേദനിക്കുന്ന നിരാശയോടെ വരുന്ന വ്യക്തികൾക്ക് ദൈവമാണ് നമുക്ക് ആശ്വാസം തരുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമുക്ക് സങ്കീർത്തനം 62:1 പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് വിശ്രമം നമുക്ക് നൽകുന്നതെന്ന് 62 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് മോശയാണ് മാനിഫെസ്റ്റഡ് പ്രസൻസ് വ്യക്തമായി കണ്ട ഒരു വ്യക്തി. കാര്യം ഒരു ആളത്വത്തിൽ പോലെ മോശയ്ക്ക് ദൈവത്തെ മഹത്വത്തെ കാണുവാനായിട്ട് സാധ്യമാണ്. അവിടെ മോശ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത്. അപ്പോൾ കാര്യം മോശയ്ക്ക് ആ സ്വന്തം കഴിവിൽ നിന്ന് അവൻ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തില്ല, ഒരു പ്രയോജനമില്ല എന്ന് ആർക്കറിയാം? മോശയ്ക്കറിയാം. കാര്യം അങ്ങോട്ട് പോകണമെങ്കിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലേക്ക് പോകണം. ദൈവ സാന്നിധ്യമില്ല എങ്കിൽ ഞാൻ എന്നെ ഇവിടെ എന്ത് ചെയ്യരുത്, നീ പുറപ്പെടുവിക്കരുതെന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. നമുക്കും പ്രാർത്ഥനയോടെ നമുക്ക് അങ്ങനെ ആയിരുന്നാൽ നിശ്ചയമായിട്ടും നമുക്ക് വലിയ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഞാൻ ഒരിക്കലും ഒരു സംഭവം കേൾക്കാനിടയായി, ഒരു കഥ കേൾക്കാനിടയായി. ഒരിക്കലും ഒരു കർഷകൻ തൻ്റെ അധ്വാനത്തിൽ നിന്നുകൊണ്ട് താൻ വളരെയധികമായി അധ്വാനിച്ചു, വളരെയധികം കൃഷിസ്ഥലങ്ങളിൽ താൻ കൃഷി ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ തനിക്ക് ഈ കിട്ടുന്ന സമയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ള മയക്കുമരുന്നുകളിലോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതിനൊക്കെ സമയം കണ്ടെത്തി മാറിയിരുന്നവർ വിശ്രമം കണ്ടെത്തുമ്പോൾ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ബൈബിൾ എടുത്തുകൊണ്ട് താൻ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ പോയി വായിക്കുകയും പഠിക്കുകയും ആ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക മാത്രമല്ല അല്പനേരമെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തൻ്റെ അധ്വാനത്തിൽ നിന്നുകൊണ്ട് താൻ അവിടെ ആ സമയം കണ്ടെത്തി താൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തൻ്റെ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും തനിക്ക് അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധ്യമായി. തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമായത് ഈ ദൈവ സാന്നിധ്യമാണ്. കാര്യം തകർന്നു പോകുമെന്ന്, നിരാശപ്പെട്ടു പോകുമെന്ന്, തൻ്റെ ആ കൃഷി പലപ്പോഴും നശിച്ചു പോകുമെന്നും ഇതിന് തക്കതായ വില ലഭിക്കുകയില്ല എന്ന് പലപ്പോഴൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലായിപ്പോഴും തന്നെ പിടിച്ചു നിർത്തിയത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഒരു വ്യക്തിക്ക് മുമ്പോട്ട് പോകുവാൻ, ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ, ഭൗതിക ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നത് ഈ ദൈവ സാന്നിധ്യമാണ് നമുക്ക് വഴിയെ തുറന്നു തരുന്നതും വഴി കാട്ടിത്തരുന്നതും ഈ ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴി എന്ത് ചെയ്യും? ദൈവം തുറന്നു തരും. ഈ ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, ആ ദൈവം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പാടാറുണ്ട്, ദൈവം തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആ വാതിൽ എന്ത് ചെയ്യില്ല, ആർക്കും അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. ആ ദൈവം അടച്ചു കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരാൾക്കും തുറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന നല്ല ദൈവമാണ്. അതിന് വഴി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വഴി നമുക്ക് കാണിച്ചു തരുന്നത് ഈ ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധ്യമാണ്. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:21 പറയുന്നു, ഇതാണ് വഴി, ഇതിൽ കൂടെ നടന്നു കൊള്ളുക എന്ന് ദൈവശബ്ദത്തിൽ പറയുന്നത് അവിടെ കേൾക്കുവാനായിട്ട് സാധ്യമാണ്. കാര്യം അവിടെ എക്സൈറ്റായിട്ട് ദൈവം പറയുകയാണ്, ഇതാകുന്ന വഴി, ഇതിലേക്ക് നീ എന്ത് ചെയ്യണം, നീ പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന സങ്കീർത്തനങ്ങൾ 3 സദൃശ്യവാക്യങ്ങൾ 3:6 പറയുന്നു, ഹല്ലേലൂയ, അവൻ്റെ കർത്താവിനോട് പറ്റിയിരുന്നു കഴിഞ്ഞാൽ, ദൈവത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, അവൻ തൻ്റെ വഴികളെല്ലാം നേരെയാക്കാനിടയായിത്തീരും. ഒരു വ്യക്തി ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ഒരു വ്യക്തി ആ വ്യക്തിയുമായി ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ വഴികളെല്ലാം ദൈവം നേരെയാക്കും, തുറന്നു കൊടുക്കും. ദൈവം വഴികളെല്ലാം അങ്ങ് തുറക്കും. അതായത് അടഞ്ഞു കിടക്കുന്ന എല്ലാ മേഖലകളെ എന്ത് ചെയ്യും, ആ ദൈവം എന്ത് ചെയ്യും, അത് തുറക്കുവാനിടയായി തീരും. ഈ നല്ല ദിവസം നമ്മുടെ ജീവിതത്തിനകത്ത് അടഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും വാതിലുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, തുറന്നു വരുവാൻ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കാൻ പോകുന്നു. നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ തുറന്ന് പറഞ്ഞാൽ, വിശ്വാസത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള അടഞ്ഞു കിടക്കുന്നതായിട്ടുള്ള എല്ലാ വഴികളും കർത്താവ് തുറന്നു തരുവാനിടയായി തീരും.
ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വഴി കാട്ടുന്നതായിട്ടുള്ള സന്ദർഭം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ഇസ്രായേൽ മരുഭൂമിയിലൂടെ ദൈവം വഴി കാട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അവിടെയും ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസിനെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കെന്താണ് ലഭിക്കുന്നത്? നമ്മുടെ ഈ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒന്നാമതായി നമുക്കത് ശക്തി ലഭിക്കാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്ന എൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശക്തിയെ നമുക്ക് നൽകുവാനായിട്ട് സാധ്യമാണ്. നമുക്ക് ശിംശോനെ പറ്റി പഠിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യത്തിൽ ആയിരുന്നത് കൊണ്ട് ആ ദൈവ സാന്നിധ്യം അവൻ അനുഭവിക്കുന്ന സമയങ്ങളിലെല്ലാം അവന് ശക്തി അവൻ്റെ മേൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവസാന മരണസമയത്തും അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ ശത്രുക്കളെ തകർത്ത് കളയുവാനായിട്ടുള്ള ശക്തി എനിക്ക് നൽകണം. അപ്പോൾ ദൈവ സാന്നിധ്യം അവൻ്റെ മേൽ വന്നിട്ട് അവന് ശക്തി പ്രാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ശക്തി നമുക്ക് തരുന്നത് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ് നമുക്ക് ശക്തി നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഗിദെയോനെ മിദ്യാന്യരെ തോൽപ്പിക്കുവാനായിട്ടുള്ള ശക്തി കൊടുക്കുന്നത് ആ ദൈവ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ശക്തി തന്ന് ഭയത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മളെ ബലപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഒരിക്കലൊരു പരീക്ഷ എഴുതുവാനായിട്ടൊരു കുട്ടി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരീക്ഷ എഴുതുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കൈയും കാലും എല്ലാം വേർക്കുവാനിടയാണ്. ശരീരം മൊത്തം വേർക്കും. പെട്ടെന്ന് പരീക്ഷയൊന്നും എഴുതാൻ പറ്റത്തില്ല. വളരെയധികം ബുദ്ധിമുട്ടാണ്. മുമ്പോട്ട് പരീക്ഷ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര നിരാശയാണ്. കാര്യം കറക്റ്റ് തെറ്റിപ്പോകുമ്പോൾ ഭയമാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ആ കുഞ്ഞ് ചെയ്ത കാര്യം, ആ കുഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കുഞ്ഞ് പരീക്ഷ ഹാളിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങനെ സഹായിക്കണം. ആ കുഞ്ഞിൻ്റെ സാക്ഷ്യം എങ്ങനെയാണ്? കുഞ്ഞ് പറഞ്ഞു, ആരോ എന്നെ ഒരു കൈ വന്ന് എന്നെ സ്പർശിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം എൻ്റെ മേൽ വന്നിറങ്ങി. ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് ധൈര്യത്തോടെ എനിക്ക് ആ പരീക്ഷ എഴുതുവാൻ, ഞാൻ എഴുതുന്നത് തെറ്റാണെങ്കിൽ കൂടി എനിക്ക് എഴുതുവാനായിട്ടുള്ള ധൈര്യം എനിക്ക് കിട്ടി. ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ ആ പരീക്ഷയിൽ ഞാൻ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് മാർക്ക് ലഭിക്കുവാൻ, സ്കോർ ചെയ്യാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യമാണ് നമ്മളെ പല പ്രതിസന്ധികളെയും പരീക്ഷകളെയൊക്കെ നമുക്ക് ജയിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ഈ ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുത്തതായ ഒരു പ്രത്യേകത, ദൈവ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മളെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ നമ്മളായിരിക്കുമ്പോൾ പല തരത്തിലുള്ള ആപത്തുകൾ, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തൊടാതെ വണ്ണം ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും. പല പ്രാവശ്യങ്ങളിലും എൻ്റെ ജീവിതത്തിനകത്തും പല ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ ദൈവം ചില സമയങ്ങളിൽ കാണിച്ചു തരും. അപ്പോൾ കാണിച്ചു തരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, അനർത്ഥങ്ങൾ, ആപത്തുകൾ കുടുങ്ങുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു പോകാനിടയായിത്തീരും. ആയതുകൊണ്ട് നമ്മൾ ഈ ദൈവ സാന്നിധ്യം നമുക്കത് രുചിച്ചറിയുവാനായിട്ട് നമ്മളെപ്പോഴും അതിനെ നമ്മൾ രുചിച്ചറിയുവാനായിട്ട് നമുക്കൊരു താല്പര്യമുണ്ടാകണം. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിപ്പാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവസ്ഥകളെ മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും ദൈവം പറയുകയാണ്, അവൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം അവനെ ഉയർത്തി മാനിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന, അത്യുന്നതൻ്റെ മറവിൽ മറയ്ക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ അത്യുന്നതൻ്റെ മറവിൽ ആണ് നമ്മൾ മറയുന്നെങ്കിൽ, സർവ്വശക്തൻ്റെ നിഴലിൻ്റെ കീഴിലാണ് ആയിരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണും ഒരു ശത്രു എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തൊടുവാനായിട്ട് സാധ്യമല്ല. സങ്കീർത്തനം 91 നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് എതിരായിട്ട് ശത്രു എന്തൊക്കെ തന്നെ പദ്ധതി ഒരുക്കിയാൽ, ഒരു സൈന്യം തന്നെ നിൻ്റെ നേരെ വന്നാലും ഹല്ലേലൂയ അതെന്ത് ചെയ്യില്ല, ഒന്നും നമുക്ക് ഫലിക്കത്തില്ല. കാര്യം നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മളായിരുന്നാൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കീഴിൽ നമ്മൾക്കായിരുന്നു കഴിഞ്ഞാൽ, ആ ദൈവത്തിൻ്റെ തേജസ്സിനകത്തായിരുന്നാൽ, ഞാൻ പറയട്ടെ, ആ തേജസ്സിനകത്ത് ഒരു പിശാചിനും എൻട്രി ചെയ്യാനായിട്ട് സാധ്യമല്ല. അവനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടിപ്പോകാനിടയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്
ഒരിക്കലൊരു നടന്ന ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. ആ സാക്ഷ്യം ഇങ്ങനെയാണ് കേട്ടത്. ഒരു പ്രാർത്ഥിക്കുന്നതായ ഒരു ദൈവദാസൻ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനാണ്. അദ്ദേഹം തൻ്റെ ജോലി എന്താ പറയുക, പോസ്റ്റ്മാനായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി സമയമെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം വന്നിരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ ദേശത്തിലുള്ള പൈശാചിക ശക്തികൾക്കോ മന്ത്രവാദികൾക്കോ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെയധികം ബുദ്ധിമുട്ടായി തീർന്നു. കാര്യം ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പല പിശാചിൻ്റെ പദ്ധതികളും തകർന്നു പോകാനിടയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ദിവസം ആ ദേശത്തുള്ള മന്ത്രവാദി തൻ്റെ ഒരു പിശാചിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ ആ ഭവനത്തിലേക്ക് കയറിയിട്ട് ആ പിശാച് ഇങ്ങനെയാണ് അവസാനം തിരിച്ചെന്ന് പറഞ്ഞത്, ഞാൻ ആ ഭവനത്തിലേക്ക് കയറിയത് മാത്രമേ അറിയത്തുള്ളൂ, തീക്കകത്തേക്ക് കയറിയതാണ്, തീക്കകത്ത് കയറി ഞാൻ കരിഞ്ഞു പോകാനിടയിൽ ആ ജീവനും കൊണ്ട് ഓടി. ഈ മന്ത്രവാദിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നതായിട്ടുള്ള പിശാച് തീ കൊണ്ട് തീയാൽ കത്തുന്നത് കാണാനിടയായി തീർന്നു. അദ്ദേഹം പേടിച്ചു പോയി. കാര്യം ദൈവ സാന്നിധ്യത്തിനകത്ത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ പിശാചിനും അവൻ്റെ പ്രവർത്തികൾക്കും അവൻ്റെ ദൂതന്മാർക്കും അവൻ്റെ ഏജൻറ്റുമാർക്കെല്ലാം വ്യക്തമായി മനസ്സിലാകും. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദേശത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അന്ധകാര ശക്തികൾ കത്തിപ്പോകാനിടയായിത്തീരും. അപ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഒരിക്കൽ ഞങ്ങൾ ആസാമിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ വാഹനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് പെട്ടെന്ന് എവിടെ നിന്ന് അറിയത്തില്ല, ഒരു ബൈക്ക് വന്ന് ഒറ്റ ഇടിച്ച് മാത്രമല്ല, ഈ കുഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. ഈ കുഞ്ഞൊന്ന് റോഡിൽ തലയടിച്ചു. കുഞ്ഞ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ചെറിയൊരു കുഞ്ഞാണ്, കരയാൻ തുടങ്ങി. ഉടനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അത് കൂടെ ഇരുന്ന് എല്ലാവർക്കും ഭയമായി. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ഒരു സമാധാനം ആ സമയത്ത് പരിശുദ്ധമാകത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട, ഒന്നും ഉണ്ടാകത്തില്ല. അവസാനം ഡോക്ടർ സ്കാൻ ചെയ്തു, എല്ലാം ചെയ്ത സമയത്ത് കുഴപ്പമില്ല. ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത്രയും ഹൈറ്റിൽ നിന്ന് ഒരു വണ്ടി ആക്സിഡൻ്റായി ഒരു ബൈക്കിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് തല പൊട്ടും. ഇതിന് ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എങ്ങനെയാണ് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഇതിന് മുമ്പേ, ആക്സിഡൻറ്റ് പറ്റും മുമ്പേ, ഞങ്ങൾ ഈ വാഹനത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ വന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ആ ദൈവ സാന്നിധ്യം ആയതുകൊണ്ട് ആ കുഞ്ഞിന് ആപത്തുകൾ, അനർത്ഥമൊന്നും അകപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയ ദൈവവൈദ്യരെ, നമ്മുടെ ജീവിതത്തിനകത്തും ഈ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, ദൈവ സാന്നിധ്യത്തിന് കീഴിലായിരിക്കട്ടെ, ഏത് ആപത്തിൽ നമ്മൾ അകപ്പെട്ടാലും നമുക്കതിനകത്തുനിന്ന് പുറത്തു വരുവാനായിട്ട് സാധ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് വായിക്കുന്ന ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിൽ അകപ്പെട്ടു പോയത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അനുഭവമാണ്. നമ്മളിത് പറയുമ്പോൾ പലരും പറയും ഇതൊരു സ്റ്റോറിയാണെന്നെങ്കിൽ ഇതൊരു അനുഭവമാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് സങ്കല്പമാണ്. പക്ഷേ ഇതൊരു സ്റ്റോറിയല്ല, ഇതൊരു നടന്ന സംഭവമാണ്. പക്ഷേ ദാനിയേലിൻ്റെ ജീവിതത്തിൽ അത് സിംഹത്തിൻ്റെ കുഴിയിൽ അകപ്പെട്ട് കിടക്കുമ്പോഴും അവിടെ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സിംഹം എന്ത് ചെയ്തില്ല, ദാനിയേലിനെ തിന്നാത്തത്. ഇല്ലെങ്കിൽ ദാനിയേലിനെ ഒരു സെക്കൻഡ് കൊണ്ട് കടിച്ച് കയറി തിന്നേനെ. ആ നിമിഷവും എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ സിംഹത്തിന് ദാനിയേലിനെ തൊടുവാൻ പോലും പറ്റിയില്ല. കാര്യം എന്തെന്നറിയാമോ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ശദ്രക്, മേശക്, അബേദ്നെഗോ ഇവരെല്ലാം തീക്കകത്തായിരിക്കുന്ന സമയത്തും അവിടെ നാലാമതായി ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് അവിടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അവിടെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വെളിപ്പെട്ട് വന്നതുകൊണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവിടെ കാണുന്നത് അതിൻ്റെ മനോഹരമായ കാര്യമെന്ന് പറയുന്നത്, നാലാമനായി ദൈവം അവിടെ വെളിപ്പെട്ട് വരികയാണ്. ദൈവം അവിടെ വെളിപ്പെട്ട് വരുന്ന മാത്രമല്ല, ഇവർ തീക്കകത്താണെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യില്ല, പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ആ തീ ഇവരെ വിഴുങ്ങിക്കളഞ്ഞില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. തീക്ക് ഇവരെ ദഹിപ്പിക്കാൻ കളഞ്ഞില്ല. കാര്യം തീക്കകത്തേക്കാളും വലിയൊരു ദൈവ സാന്നിധ്യത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് അവർക്ക് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്കൊരു ദാഹമുണ്ടാകണം. ദൈവത്തിന് വേണ്ടിയിട്ടൊരു ദാഹമുണ്ടാകണം. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടൊരു ദാഹമുണ്ടാകണം. ഈ ദൈവ സാന്നിധ്യം എവിടെയാണ് പ്രകടമാകുന്നത് ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം പ്രകടമാകുന്നത് ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ദൈവ സാന്നിധ്യം നമുക്ക് പ്രകടമാകുന്നത്. നമ്മൾ മത്തായി സുവിശേഷം 18:20 പറയുന്ന 2-3 അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തേക്ക് അവൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മൾ 2-3 കൂടി വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നമ്മൾ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കണം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:24 വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം
ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണ് വരുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടേക്ക് ഇറങ്ങി വന്നോ അവിടെയൊന്നും ഒരു പിശാചിന്, ഒരു വ്യക്തികൾക്ക് പോലും നിൽക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല. അവിടെ ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെട്ട് വരുന്നത് നമുക്ക് ശലോമോൻ്റെ ജീവിതത്തിൽ കാണുവാം. ശലോമോൻ ദൈവത്തിൻ്റെ ആലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഇറങ്ങി വന്നതായി കാണാൻ അവിടെ പുരോഹിതന്മാർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത തലത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണം എന്ന് നമ്മളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ബന്ധനമുണ്ട്, കെട്ടുണ്ട്, പ്രയാസമുണ്ട്, അല്ലെങ്കിൽ നിരാശകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് നമ്മൾ ഇരിക്കാതെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടൊരു ആകാംക്ഷ വേണം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ദൈവത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസിനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ശാശ്വതമാണ്. ഹല്ലേലൂയ. അവിടെ വെളിപ്പാട് പുസ്തകം 21:3 നമുക്ക് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ദൈവം തൻ്റെ ജനത്തോട് കൂടെ വസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ശാശ്വതമായ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക മാത്രമല്ല, ദൈവത്തിൻ്റെ ദൈവിക അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളോട് ദൈവം നമ്മെ സഹായിപ്പാനിടയായി. നമ്മളെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയും, യോഹന്നാൻ തൻ്റെ യെരൂശലേമിൽ കണ്ടപ്പോൾ തൻ്റെ ജനത്തോടു കൂടെ ശാശ്വതമായി വസിക്കുന്നു എന്നൊരു വെളിപ്പാട് ഹല്ലേലൂയ യോഹന്നാൻ ലഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. പുതിയ യെരൂശലേമിനെ കുറിച്ച് കണ്ടപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ താൻ പറയുകയാണ്, പുത്തൻ യെരൂശലേം താൻ കാണുമ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു ദർശനം എങ്ങനെയാണ് ശാശ്വതമായി വസിപ്പാൻ തക്കവണ്ണം, ആ മഹത്വത്തിൽ എന്നേക്കുമായി വസിപ്പാൻ ഹല്ലേലൂയ ദൈവം തൻ്റെ ജനത്തെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സമയങ്ങളെ നമ്മൾ വേർതിരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പലരും ഈ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ പലപ്പോഴും പല വ്യക്തികൾക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എനിക്ക് നിറയുവാൻ ആഗ്രഹമുണ്ട്, ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഈ മനുഷ്യനെ പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യൻ കിട്ടുന്ന സമയങ്ങളെല്ലാം പല വ്യക്തികളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പല ദൈവദാസന്മാരെ കുറ്റം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാനായിട്ട് ഇപ്പോഴും പറ്റുന്നില്ല. കാര്യം അദ്ദേഹം 40 ദിവസം എത്രയോ പ്രാവശ്യം എടുത്തിട്ട് പോലും തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് ഹന്തില്ല, വെളിപ്പെട്ട് വരുവാൻ താഴ്ക്കണം പരിശുദ്ധാത്മാവിന് താല്പര്യമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? മറ്റുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തെയും കുറ്റം പറഞ്ഞിട്ട് നമുക്ക് ആ പ്രസൻസിലേക്ക് നമുക്ക് കയറുവാനായിട്ട് സാധ്യമല്ല. നമുക്ക് ചില കാര്യം അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നതിനപ്പുറം നമുക്ക് വേറെ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ദൈവ സാന്നിധ്യത്തിനകത്ത് വരണം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ സമയം കണ്ടെത്തി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, സമയം കണ്ടെത്തി നമ്മൾ വേദപുസ്തകം വായിക്കണം, സമയം കണ്ടെത്തി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കണം, സമയം കണ്ടെത്തി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുക മാത്രമല്ല വിശ്വാസത്തിൻ്റെ മെസ്സേജുകൾ നമ്മൾ കേൾക്കണം. ചില വ്യക്തികളുടെ നമ്മളെ നിരാശപ്പെടുത്തുന്ന മെസ്സേജുകളല്ല, വിശ്വാസത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന മെസ്സേജുകൾ നമ്മൾ കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ ലിഫ്റ്റ് ചെയ്യുവാനായിട്ടിടയായിത്തീരും. ഈ നല്ല ദിവസം ഞാൻ പറയട്ടെ, ഈ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് യഥാർത്ഥമായി രുചിച്ചറിയണമെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയം തുറന്ന് യേശുവുമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹൃദയവും തമ്മിലൊരു ബന്ധമില്ല എങ്കിൽ നമുക്ക് ആ ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. പല വ്യക്തികളും ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ പലരും നിരാശയായി പിന്മാറിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ദൈവത്തെ അവർക്ക് രുചിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയും, യഹോവ നല്ലവനെന്ന് രുചിച്ചു പോകണം. ഞാൻ പറയട്ടെ, നമുക്കൊരു പഞ്ചസാര നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന് നല്ല മധുരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ എത്ര പ്രാവശ്യം എഴുതിയാലും അതിന് മധുരം ഉണ്ടാവും? അല്ല.
അത് നമ്മൾ രുചിച്ച് നോക്കുമ്പോഴാണ് ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് അത് രുചിച്ചറിയണം. അത് അടുത്ത് നിൽക്കുന്ന ആളിന് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലാകത്തില്ല. നമ്മുടെ ബന്ധുക്കൾക്ക് അത് മനസ്സിലാകണമെന്നില്ല, ചർച്ചക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. അവർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ഇത്രയും ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത്, എന്തിനാണ് ആ ദൈവത്തോട് സമയം കിട്ടുമ്പോഴൊക്കെ ചേർന്നിരിക്കുന്നത്, പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമ്മൾ അറിയുമ്പോൾ, ദൈവത്തെ നമ്മൾ യഥാർത്ഥമായി രുചിച്ചറിയുമ്പോൾ, ആ പ്രസൻസിലേക്ക് നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ നല്ല ദിവസം നമ്മളെ തന്നെ ഒന്ന് കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്, എൻ്റെ ജീവിതത്തെ അങ്ങനെ രൂപാന്തരപ്പെടുത്തണം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തെ നിറയണം. ആ പരിശുദ്ധാത്മാവ് ആളത്വമായി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. അന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ അത്രത്തോളം പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിശാചിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിൻ്റെ ജീവിതത്തെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ബന്ധനങ്ങളെ തകർത്തുകളെയും, കെട്ടുകളെ പൊട്ടിക്കും. ശാപത്തിൻ്റെ മുഖങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കണേ, അത് തകർന്നു പോകാനിടയായിത്തീരും. രോഗത്തിൻ്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചു കളഞ്ഞ് ആരോഗ്യം തരും, ബലം തരും, സൗഖ്യം തരും, സമാധാനത്തെ നൽകുവാനിടയായിത്തീരും. ഞാൻ പറയട്ടെ, ഏകാന്തമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. നമുക്ക് ഏറ്റവും നല്ലൊരു സ്നേഹിതനെ നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കും. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രസൻസ് വരുന്ന വ്യത്യസ്തമായിട്ടാണ് ലഭിക്കുന്നത്. ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരമെല്ലാം ഒരു അഗ്നി കൊണ്ട് നിറയുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. അതുപോലെ ആയിരിക്കത്തില്ല ഒരാൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മഞ്ഞ് പെയ്യുന്നത് പോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, ഒരു മഴ പെയ്യുന്നത് പോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഒരു 5-6 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഞാൻ സാക്ഷ്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടെന്നറിയും, ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന രീതി നമുക്കറിയത്തില്ല. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായതുകൊണ്ട് ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കണക്റ്റ് ആയാൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം വിടുതൽ പ്രാപിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഈ നല്ല ദിവസവും നിരാശപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, മടുത്തു പോകാതെ, ദൈവത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരായി, ദൈവത്തിൽ നമ്മൾ സന്തോഷം നമ്മൾ അനുഭവിച്ച് ആ ദൈവത്തിൽ, ഞാൻ പറയട്ടെ, ആരാധന നിങ്ങൾ മുടക്കരുത്. ഞാൻ പറയട്ടെ, ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ആരാധന നിങ്ങൾ മുടക്കിക്കളയാതെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? ആരാധിക്കാൻ പറ്റാത്ത മേഖലകൾ നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയാം, കർത്താവേ, എന്നെ ആരാധിക്കാൻ എന്നെ സഹായിക്കണം. നിങ്ങൾ ആരാധനയെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും. ഈ നല്ല ദിവസം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും, കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യത്തിൽ വിട്ട് നിങ്ങൾ ഓടിക്കളയരുത്. ഹല്ലേലൂയ. ഞാൻ മോശം പറഞ്ഞതുപോലെ നമുക്ക് പറയാം, കർത്താവേ, നിൻ്റെ സാന്നിധ്യമില്ല എങ്കിലും എന്നെ പുറപ്പെടുവിക്കരുത്. ഈ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠ പദവിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രസൻസ് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാതെ ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കുറവുകളെ എല്ലാം മാറ്റി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ ആ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതിനായി ഞാൻ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കണ്ണുകളും അടച്ച് ഈ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈശോപ്പാ, അങ്ങയുടെ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണം. നിങ്ങൾക്ക് ഒരു വാക്ക് ദൈവത്തോട് പറയും, കർത്താവേ, ആ ദൈവത്തിൻ്റെ മഹത്വം മോശം അനുഭവിച്ചതുപോലെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മർക്കോസിൻ്റെ മാളിയിൽ ഇറങ്ങിയ പോലെ വന്നതുപോലെ ആ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് നിറയുവാൻ, ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് എനിക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് സഹായിക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാല കർത്താവേ, ഒരു ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഒരു ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അവർ കേൾക്കുവാനിടയായല്ലോ. അവരുടെ ജീവിതങ്ങളെ കർത്താവ് പണിയണം. കർത്താവെ, യേശുവെ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കണം. രോഗങ്ങൾ, പ്രയാസങ്ങൾ ഒന്നും തൊടാതെ വേണം കർത്താവ് കാത്തു പരിപാലിക്കണം. ആപത്തുകൾ, അനാർത്ഥങ്ങളെല്ലാം മാറി കർത്താവ് ഒരു വലിയൊരു ബലത്തെ പരിശുദ്ധമാ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാവിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള കൃപ കർത്താവ് കൊടുക്കണം, ധൈര്യത്തെ കർത്താവ് കൊടുക്കണം. നിരാശകളെല്ലാം ഈ രാത്രികാലം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ
നാമത്തിൽ എല്ലാ നിരാശകൾ നീങ്ങിപ്പോട്ടെ. പ്രത്യാശ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. എല്ലാ രോഗങ്ങളും അകഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. രോഗത്തിൻ്റെ കെട്ടുകളെല്ലാം അകഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ മുഖങ്ങളെ പിശാച് കെട്ടിയ എല്ലാ മുഖങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനത്തെ കർത്താവ് കൊണ്ട് നിറയണം. ഈ രാത്രികാലം കടന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചു മാനിച്ചു ഉയർത്തും യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. God bless you.